ഇതാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം രാധാകൃഷ്ണ ഹോട്ടലിൻ്റെ. അപ്പോൾ ഞാൻ ചെറുപ്പത്താണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതായത് എൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ മറന്നുപോയി. അച്ഛനമ്മയൊക്കെ പറഞ്ഞു അടിപൊളി ദോശയാണെന്ന്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ വന്നു. എന്നിട്ട് നമ്മളവിടെ പോയിട്ട് ഓർഡർ എടുക്കണം കേട്ടോ, ടോക്കൺ കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ വന്നിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ദോശ വരും. ഞങ്ങൾ പറഞ്ഞു നല്ല മൊരിച്ചെടുത്തോന്ന്. അത് കാരണമാണോന്ന് അറിയില്ല, നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ കിട്ടിയത് ഞങ്ങൾക്ക്. എനിക്ക് ചിച്ചുരാണെങ്കിൽ ഞങ്ങളൊരു ജ്യൂസ് മേടിച്ചു കൊടുത്തു. അവന് എരിവൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അവനൊരു ജ്യൂസാണ് ഞങ്ങൾ മേടിച്ചത്. ഞങ്ങൾ 3 മസാല ദോശയും 3 കാപ്പിയാണ് കേട്ടോ മേടിച്ചത്. കാപ്പി എത്തിയിട്ടില്ല, അത് വെയിറ്റിംഗ് ആണ്. കണ്ട നല്ല മൊരി ദോശയാണ് കേട്ടോ. അതിൻ്റെ മസാലയൊക്കെ കണ്ടില്ലേ, എന്ത് ടേസ്റ്റാണെന്നറിയോ. ആ ചമ്മന്തിയാണ് കേട്ടോ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ചമ്മന്തി അടിപൊളിയായിരുന്നു. അമ്മ പറഞ്ഞു ചമ്മന്തി മുക്കാൻ. ഞാൻ വലിയ ഇതൊന്നും ഇല്ലാണ്ട് മുക്കിയെങ്കിലും ഒരു വായ എടുത്തപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായിട്ടാ. അത് കഴിഞ്ഞിട്ട് കാപ്പി എത്തി. നല്ല ചൂടുണ്ടായിരുന്നു. അത് കാരണം അച്ഛൻ എനിക്ക് ആറ്റി തന്നു കേട്ടോ. ഫിൽറ്റർ കോഫി മാതിരി ഉള്ള കോഫിയായിരുന്നു. നല്ല ടേസ്റ്റ് കോഫിയും മസാല ദോശയും. ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ കിട്ടിക്കാൻ കേട്ടോ. പക്ഷെ മഴ ഉണ്ടായിരുന്നില്ല. ചിച്ചിരി അവിടെ നല്ല അലക്കലക്കുണ്ട് കേട്ടോ. അവന് പിന്നെ എരിവ് പറ്റില്ലാത്ത കാരണം ജ്യൂസും കുടിച്ചിട്ട്. അമ്മയാണെങ്കിൽ നല്ല ആസ്വദിച്ച് കഴിക്കുക. ഇവിടെ അമ്മയ്ക്ക് നൊസ്റ്റാൾജിയാണ് പണ്ട് കോളേജ് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ വന്ന് കഴിക്കണത്. എന്നാൽ ശരി, ഞങ്ങൾ തിരിച്ചു പോവാണേ.